എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസം ഡിസംബർ 16 കുറച്ച് നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിലെ തന്നെ നല്ലൊരു ദിവസമായിട്ടാണ് ഫലം കാണുന്നത്. ഒരുപാട് നന്മകൾ സംഭവിക്കുന്ന ഈ ദിവസത്തിൽ ഇവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും അതുപോലെ സാമ്പത്തിക പുരോഗതികളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇന്നേ ദിവസം ഇവർ ചെയ്യുന്ന യാത്രകൾ എല്ലാം ഇവർക്ക് ഗുണകരമായിട്ട് ഭവിക്കും. പങ്കാളികൾ തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി നേടാൻ സാധിക്കും. പ്രാർത്ഥനാ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതോടുകൂടി ഇന്നത്തെ ദിവസം പല പ്രശ്നങ്ങളിൽ നിന്നും കരകയറും. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. പുതിയ വാഹനം വാങ്ങാനുള്ള സാഹചര്യം ഇന്ന് ലഭിക്കും. വാഹനത്തിന് അഡ്വാൻസ് തുക അടയ്ക്കാനായിട്ടും സാധിക്കും. തൊഴിൽ രംഗത്ത് സമാധാനം നിലനിൽക്കുന്നതിനുള്ള എല്ലാ സാഹചര്യവും അശ്വതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കറുകമാല, മഹാവിഷ്ണുവിന് പാൽപായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ ആഴ്ചയുടെ അവസാന ദിവസമായ ഇന്ന് നല്ല രീതിയിൽ ഉള്ള ഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇതിനെ തുടർന്ന് വരുന്ന അടുത്ത ആഴ്ചയിലെ ദിവസങ്ങളിലും കുറച്ച് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ തന്നെയാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് കാണുന്നത്. ബിസിനസ് രംഗം പുരോഗതി പ്രാപിക്കാൻ തുടങ്ങുകയാണ് ഇന്ന്. വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ അവസരങ്ങളുണ്ട്. കുടുംബജീവിതം വളരെ സന്തോഷകരമാകും. ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾ പഠന മികവ് തെളിയിക്കും. ഒരു ബന്ധുവുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. സർക്കാർ ജീവനക്കാർക്കൊരു സ്ഥലമാറ്റ സാധ്യതയ്ക്കുള്ള ആദ്യ ചലനങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശങ്കരനാരായണന് നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇന്നേ ദിവസം ചില സ്ഥാപനങ്ങളിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തേണ്ടതായിട്ട് വരും. വീട് വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ ആഴ്ചയുടെ അവസാനവും വരുന്ന ആഴ്ചയുടെ തുടക്കവും വളരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് കാർത്തിക നക്ഷത്രക്കാരിൽ കാണുന്നത്. ഇന്നേ ദിവസം പുതിയൊരു പ്രണയബന്ധം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ഉല്ലാസയാത്രയ്ക്ക് സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച സന്തോഷവാർത്ത മക്കളിൽ നിന്നും ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിട്ടാണ് കാണുന്നത്. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ദുർഗയ്ക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ഇന്നേ ദിവസത്തിൽ ആരംഭിച്ച് തുടർച്ചയായി കുറച്ചു ദിവസം അവധി എടുക്കേണ്ടതായിട്ട് വരും. മനക്ലേശങ്ങളൊക്കെ വിട്ടൊഴിയും. സ്വർണ്ണ ആഭരണങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. നിയമകാര്യങ്ങളിൽ തീരുമാനം അനുകൂലമാകും. ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങാൻ നല്ല സമയമാണ്.
കലാകാരന്മാർക്കും നല്ല അവസരങ്ങൾ ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങും. തൊഴിൽ രംഗത്ത് ചില അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ജോലി ലഭിക്കുന്നതിന് യാതൊരു താമസവും ഉണ്ടാകില്ല. സാമ്പത്തിക ഇടപാടുകൾ മെച്ചപ്പെട്ട അവസരങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. വസ്തുവാഹന ഇടപാടുകൾ ഇന്നേ ദിവസം നടത്തുന്നവർ സൂക്ഷിച്ചു നടത്തുക. സ്ത്രീകൾ പൊതുവെ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സമയമാണ്. വീട് പണിയുന്നവർ പാഴ്ചിലവുകൾ ഒഴിവാക്കുന്നതിന് ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് വളരെ ജാഗ്രത ആവശ്യമായിട്ട് കാണുന്നുണ്ട്. രാശിചിന്ത ചെയ്ത് പരിഹാരം കാണാനും ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ഹാരം, ശാസ്താവിന് നീരാജനം, അതുപോലെ തന്നെ ഭസ്മാർച്ചന, വെടിവഴിപാട് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. ചില കാര്യങ്ങൾക്ക് മാത്രം അനുകൂലമായ മാറ്റങ്ങൾ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടും വിവാഹ കാര്യങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും നല്ല അനുകൂല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പുതിയൊരു ജോലി ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സന്ദർഭങ്ങൾ വന്നു ചേരും. കച്ചവടക്കാർക്ക് വളരെ നേട്ടങ്ങൾ കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ഗുണ അനുഭവങ്ങൾ വന്നു ചേരും. സ്ത്രീകൾക്ക് അഭീഷ്ട സിദ്ധി ഉണ്ടാകുന്നതാണ്. ദീർഘകാലമായി മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പലതും നടപ്പിൽ വരുന്നതാണ്. ഏത് കാര്യത്തിലും അനുകൂലമായ പരിവർത്തനങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ മകയിരം നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. അനുകൂലമായ മാറ്റങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഡിസംബർ 16 മുതൽ വന്നു ചേരുന്നതാണ്. പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ കാണുന്നു. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളും കാണുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിനുള്ള എല്ലാ വഴികളും തുറക്കും. ഏതു വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങളും ഉണ്ടാകാനായിട്ട് ഭാഗ്യം കൂടുതലാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് അതിലേക്ക് താമസം മാറാൻ ഉള്ള സാധ്യതകൾ ഇന്നേ ദിവസം തെളിയും. കച്ചവട രംഗത്തുള്ളവർക്ക് സാമ്പത്തിക മേഖല വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവസരങ്ങൾ ഉണ്ടാകും. ഇവർ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുന്നത് ഉത്തമമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. കർമ്മരംഗത്ത് ഒരുപാട് പുരോഗതികൾക്കുള്ള സമയമാണ്. ഇൻ്റർവ്യൂവിൽ മികച്ച ജോലിക്കും ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ചില അനുകൂല സാഹചര്യങ്ങൾ ഇന്നേ ദിവസത്തിൽ ഇരുന്ന് അനുഭവപ്പെട്ടു തുടങ്ങും. കച്ചവടക്കാർക്ക് ലാഭത്തിന് സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് ചില വിഷമതകൾ വന്നേക്കാനും ഇടയുണ്ട്. കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകൾ മാറിത്തുടങ്ങും. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലമാക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ധനം ഇടപാടുകൾ ശ്രദ്ധിച്ചു വേണം നടത്താനായിട്ട്. വീടുപണി പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിന് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുന്നുണ്ട്. സ്ത്രീകൾ എല്ലാ കാര്യത്തിലും വളരെ ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കാൻ ഇന്നേ ദിവസം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ഭഗവതിക്ക് അർച്ചന, പൊങ്കാല, ഹാരം, മഹാദേവന് മൃത്യുഞ്ജയ അർച്ചന, പ്രദോഷവ്രതം എന്നിവയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഗുണദോഷ സമുതിലാവസ്ഥ കാണുന്നുണ്ട് ഇവർക്ക്. കർമ്മരംഗത്ത് ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ്.
പുതിയ ജോലിക്കും സാധ്യതയുണ്ട്. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ധനപരമായ നഷ്ടങ്ങളും തൊഴിൽ രംഗത്ത് വൈഷമ്യങ്ങളും മാത്രം അനുഭവപ്പെട്ടവർക്ക് ഇതിനെല്ലാം മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇന്ന്. സ്ത്രീകൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കണം. യാത്രാക്ലേശങ്ങൾ, അലസതകൾ ഇവയൊക്കെ വിട്ടൊഴിയും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങാനും നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.